ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടിയുടെ ഗിയർ ബോക്സിൻ്റെ ബെയറിംഗ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചാണ് നമുക്ക്. ബാക്കിലെ ഗിയർ ബോക്സ്, അതായത് വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണത്. ആ ഷാഫ്റ്റിൻ്റെ ബെയറിംഗ് മാറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിയർ ബോക്സ് ഫുള്ളായിട്ട് അഴിക്കണം. അതിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് നമ്മളത് മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചാണ്. അപ്പോൾ നിലവിൽ ഇത് അഴിക്കുമ്പോൾ ഗിയറിൻ്റെ ബെയറിങ് മാറ്റണം, അതിൻ്റെ ഓയിൽ സീൽ, അതിൻ്റെ ഈ ബ്രീത്തർ പൈപ്പൊക്കെ ചെറിയൊരു ഇത് കണ്ടു കഴിഞ്ഞാൽ കൈയോടെ മാറ്റിയിടാം, റഫ്നെസ് കണ്ടു കഴിഞ്ഞാൽ. കാരണം എന്താ വെച്ചാൽ ഇത് ഹാർഡായി പോകുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇവിടുത്തെ ഇതിൻ്റെ ഉള്ളിൽ വെറുതെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കണ പൈപ്പാണത്. അപ്പോൾ അതെങ്ങാനും വിട്ടു പോന്നാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഡ്രോപ്പ് വെള്ളം എഞ്ചിൻ്റെ ഉള്ളിൽ ആ ഗിയർ ബോക്സിൻ്റെ ഉള്ളിലേക്ക് പോയാൽ മതി. വെള്ളത്തിൽ ആ ഓയിലിലേക്ക് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഓയിലിൻ്റെ കളർ ചേഞ്ച് ആകും, ബെയറിങ്ങൊക്കെ വീണ്ടും കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതയുള്ള. ഇതിനൊരു 20-25 രൂപ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അഴിക്കണ കൂട്ടത്തിൽ നമ്മൾ അതും കൂടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ ഈ മഴക്കാലത്ത് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് ഇവിടെയാണ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവുള്ളൂ. ഈ എയർ ഫിൽറ്റർ ബോക്സിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ വെറുതെ വെച്ചിട്ടുണ്ടാവുള്ളൂ. അതൊന്നോലെ വിട്ട് കിടക്കുകയോ എന്തെങ്കിലും സാഹചര്യം കാരണം വണ്ടി കഴുകാൻ സമയത്തോ അങ്ങനെ തിരക്കാൻ കൈ കൊണ്ട് അറിയാണ്ടൊക്കെ വിട്ടുപോകും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഡ്രോപ്പ് വെള്ളത്തിൻ്റെ അംശം കൂടി ചെന്നാൽ മതി. അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഓയിലിലേക്ക് മിക്സ് ആവും. ആകെ കൂടി 120 മില്ലി ഓയിലാണ് നമുക്ക് അതിനകത്തുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉള്ളിൽ വേറെയും ബെയറിങ്ങുകളുണ്ട്. ഇതിൻ്റെ ഈ ബെയറിങ് മാത്രമേ പോയിട്ടുള്ളൂ. 6004 നമ്പർ വന്ന ബെയറിങ് മാത്രമേ പോയിട്ടുള്ളൂ. ബാക്കിയത്തെ ബെയറിങ്ങുകളുണ്ട്. ബെയറിങ്ങുകളുടെ ലൈഫൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അത് വീലുകൾക്ക് ശരിക്കും വർക്ക് ചെയ്ത് വളരെ സെൻസിറ്റീവായ രീതിയിലായിരിക്കും ഇരിക്കുക. അപ്പോൾ പെട്ടെന്ന് തുരുമ്പിൻ്റെ അംശം വരാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കേസ് ഒന്ന് ശ്രദ്ധിച്ചോളാം. ഇതിപ്പോൾ നമുക്ക് ഈ വണ്ടിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല, നമ്മളത് ക്ലിയർ ചെയ്തിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അഴിക്കുമ്പോൾ ബെയറിങ് ഓയിൽസിൽ അതേപോലെ ബ്രീത്തർ പൈപ്പ് മാറ്റിയിടുന്നുണ്ട്. ഗിയറിൻ്റെ ഈ സൈഡിലത്തെ ഗ്യാസ്കറ്റ്, ഗിയർ ഓയിൽ, ഇത്ര ഐറ്റമാണ് നമുക്ക് അതുമേ എടുക്കേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ ബാക്കിത്തെ ഇത് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളും കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇത് ഗിയർ ബോക്സിൻ്റെ മാത്രം സെപ്പറേറ്റ് ഒരു ഡീറ്റെയിൽസ് തന്നു എന്നുള്ളൂ. ബാക്കിയത്തെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്.